ഞാനിങ്ങനെ വേദന കൊണ്ടുവരുന്ന പുളയുന്ന സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ കണ്ണെന്ന് വല്ലാത്തൊരു പ്രകാശം ഇങ്ങനെ വരുന്നു. എല്ലാവരുടെ മുമ്പ് വെച്ച് എന്നെ മണ്ണെണ്ണ ഞാൻ തൊഴിക്കുകയാണ്. എനിക്കിനി ജീവിക്കണ്ട. അസുഖം വരുന്ന ദിവസം എന്നെ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാം, വേണ്ടി ഞാൻ ഷെയർ ചെയ്യണം. ഈ ഒരു അവസ്ഥയിൽ എനിക്കത് പറ്റില്ല. എൻ്റെ ശരീരത്തോടൊന്ന് നോക്കുന്ന ഞാൻ പറഞ്ഞ് കെഞ്ചി ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ലേഖ, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. സപ്പോർട്ടിങ് ആർട്ടിസ്റ്റാണ്, പിന്നെ ഒരു നർത്തകിയാണ്, കർഷകൻ കൂടെയാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച, അതായത് സാമ്പത്തികം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച അവിടുത്തെ 3 പെമ്മക്കളിൽ ഇളയവളാണ് ഞാൻ. BSc കഴിഞ്ഞിട്ട് PCക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മാരേജ് നടക്കുന്നത്. ഒരു 6 മാസക്കാലം മാരേജ് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് മാരേജ് നടക്കുന്നത്. അപ്പോൾ ഈ 6 മാസക്കാലം കൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഡീപ്പായിട്ട് മാനസികമായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞതിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയായിരുന്നു എൻ്റെത്. പക്ഷേ കല്യാണ ദിവസം തന്നെ ഞാൻ അന്ന് വരെ കണ്ടൊരു മനുഷ്യനായിരുന്നില്ല കല്യാണത്തിൻ്റെ അന്ന് ഞാൻ കാണുന്നത്. അന്നേ ദിവസം തന്നെ എന്നെ കൈവരിച്ചടിക്കുകയും എന്നെ ശരിക്കും അഹങ്കാരങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. മനസ്സിൽ ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ദിവസം തന്നെ. പിന്നെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പം എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ വീട്, അതിന് ചുറ്റുപാടും പുള്ളിക്കാരൻ്റെ ആൾക്കാർ മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന കഥ അവർ വിശ്വസിക്കത്തില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന അത്രയും കാലം അവർക്കറിയാവുന്ന വ്യക്തി പറയുന്നില്ലേ അവർ വിശ്വസിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് ആരും നിൽക്കത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ന്യായം അവർ അംഗീകരിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മനഃപൂർവ്വം തന്നെ അങ്ങോട്ട് എന്നോട് ചെയ്യുന്നതൊക്കെ ഞാനങ്ങ് സഹിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഞാനെല്ലാം അങ്ങ് ക്ഷമിക്കാൻ തയ്യാറാകുമായിരുന്നു. അത് എൻ്റെ ജീവിതം വളരെ ദുരിതത്തിലോട്ടാക്കി. എൻ്റെ ആ ഒരു ക്യാരക്ടർ തന്നെ, അതായത് എനിക്ക് നോ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ എൻ്റെ മൈൻഡ് എൻ്റെ ഭർത്താവിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 13ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എന്നെ പുള്ളിക്കാരെ അകത്തുനിന്ന് ശക്തമായിട്ട് വെളിയിലോട്ട് തള്ളിയിട്ടിട്ട് പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് അകത്ത് വരുന്നുവെങ്കിൽ പോലും എനിക്ക് കൈ ഇങ്ങനെ ഇരിക്കുക, താഴോട്ട് എനിക്ക് നിവർത്താൻ പറ്റാത്ത സിറ്റുവേഷനാണ് കൈ. അപ്പം എന്നെ തള്ളിയിട്ടതോ എനിക്ക് കൈ വേദനിക്കുന്നതെന്ന് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഇനി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പുള്ളിക്കാരനോട് കെഞ്ചുവാണ്, ഇനി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പം അന്നേരം അതുവരെ ഞാൻ കാണുന്ന ഒരു മനുഷ്യനല്ല അപ്പോൾ ഞാൻ കാണുന്നത്. ഇവക്ക് കുഴപ്പമൊന്നുമില്ല, ഇവൾ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ഫാമിലി താമസമുണ്ട്. അതിൻ്റെ വൈഫിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇതിൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇങ്ങനെ വെട്ടി നിവർത്തി ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പം ആ വേദന കൊണ്ട് ഞാൻ പെട്ടെന്ന് കൈ വീണ്ടും ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അതിങ്ങനെ ആവർത്തിച്ച് കാണിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കൈയുടെ വേദനയോ എന്നെ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തതോ അല്ല, ഈ മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് എന്നെ കോമാളിയാക്കുന്ന, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു സിറ്റുവേഷനാണ് അത്. എന്നുവെച്ചാൽ എന്നെ ഉപദ്രവിച്ചു, അതിലൊരു പശ്ചാത്താപവും ഇല്ലാതെ എന്നെ കോമാളി കൊണ്ടുള്ള ആ ഒരു നിൽപ്പ്. എന്നിട്ട് ഭയങ്കരമായിട്ടൊരു കളിപ്പാട്ടം കിട്ടിയ ഒരു കുഞ്ഞിൻ്റെ മുഖഭാവമാണ് എൻ്റെ ഭർത്താവിന് ആ സമയത്ത് കാണിച്ചത്. അതെന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. ഇതെന്താ ഇങ്ങനെ ഒരു മനുഷ്യൻ എന്നിട്ടത്. എന്നിട്ട് അവരാരും, പുള്ളിക്കാരൻ പറയുന്നത് മാത്രമേ, ആരും എന്നെ വിശ്വസിക്കുന്നില്ല, എൻ്റെ കൈക്ക് പ്രശ്നം ഉണ്ടെന്നുള്ള ആരും വിശ്വസിക്കുന്നില്ല. അന്ന് ആ ദിവസം അത് ഏകദേശം ഒരു 3 മണിക്ക് നടക്കുന്ന സംഭവമാണ്, പകൽ 3 മണിക്ക്. അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. നേരം വെളുത്തപ്പോൾ കൈക്ക് നീര് വയ്ക്കുന്നു. അങ്ങനെ അവർക്ക് മനസ്സിലായി കൈക്ക് കുഴപ്പമുണ്ടെന്നുള്ളത്. എന്നിട്ട് ഒന്ന് ഒരുങ്ങ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എന്നെ ഒരുക്കി കൊണ്ടുപോവാണ്. അപ്പോൾ എൻ്റെ ആഭരണങ്ങളൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുമല്ലേ. അപ്പം പകുതിക്ക് എത്തിയിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിയിലോട്ടാണ് തിരിയുന്നത്. വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞു ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ആക്കിയിട്ട് അവർ പുള്ളിക്കാരനെ തിരിച്ച് പോവുക ചെയ്യുന്നത്. വീട്ടിൽ കൊണ്ട് എത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ അച്ഛനാണ് കൊണ്ടുപോയി കൈക്ക് ഒടിവുണ്ടായിരുന്നു. അത് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാകുന്നു, പിരിയാനുള്ള ആ ഒരു സിറ്റുവേഷൻ വരെ എത്തുന്നു. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 13 ദിവസം കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് ഞാനൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ കയ്യിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് ഞാൻ പഠിക്കാനായിട്ട് പോന്നു. അപ്പോൾ വഴി പുള്ളിക്കാരൻ നടന്നു പറഞ്ഞിട്ട് നീ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, നീല എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മൈൻഡ് മാറ്റിക്കൊണ്ട് എന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. തിരിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ള സ്നേഹം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. അത് എൻ്റെ സ്വർണം അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അതിൽ കുറേ സ്വർണ്ണം എടുത്ത് അവർ വിറ്റു. അപ്പോൾ ബന്ധം കഴിയുമ്പോഴത്തേക്ക് ഈ സ്വർണ്ണമൊക്കെ തിരിച്ചു തരണ്ടേ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എൻ്റെ വിചാരം എന്നോട് ഇനി സ്നേഹത്തോടൊക്കെ പെരുമാറും എന്നുള്ളതായിരുന്നു. പക്ഷേ ഒരിക്കലും അത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. വളരെ വളരെ മോശമായ രീതിയിലായിരുന്നു എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നെയാണെങ്കിൽ അലമാരിയോടൊക്കെ ചേർത്ത് നിർത്തിയിട്ടും അലമാരിയുടെ പിടിയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒറ്റ കൈ കൊണ്ട്. അപ്പം നല്ല ഹൈറ്റുള്ള ആളാണ് പുള്ളിക്കാരൻ, നല്ല ഹൈറ്റുണ്ട്. എനിക്കാണെങ്കിൽ ഇതിലേക്കാളും വെയിറ്റ് കുറവാണ് ആ സമയത്ത്. അപ്പോൾ എന്നെ അലമാരിയോട് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഒറ്റ കൈ കൊണ്ട് മാക്സിമം പൊക്കാവുന്നത്രയും പൊക്കി കഴിഞ്ഞിട്ട് തപ്പിയെന്ന് കൈവിടും. അപ്പോൾ ഈ അത്രയും നേരം ഇങ്ങനെ ഈ കഴുത്തിനെ കുത്തി പിടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ട് എനിക്ക് ശ്വാസം കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴായിരിക്കും കൈ തപ്പിയെന്ന് വിടുന്ന സമയത്ത് ഈ പുറം ചെന്നിട്ട് ഈ
കൂർത്തിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അലമാരയുടെ, അതിലൊക്കെ ചെന്നിട്ട് ഇടിച്ചിട്ടാണ് ഞാൻ താഴോട്ട് വീഴുന്നത്. ആ വീഴുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മുട്ടിയൊന്ന് താഴെ ഇടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കാലിൻ്റെ വിരൽ ഒന്ന് മടങ്ങി വീഴുന്നുണ്ട്. അപ്പോൾ ഈ 3 തരത്തിലുള്ള വേദനകൾ ഞാൻ ഒരുമിച്ച് അനുഭവിക്കുക ആ ഒരു നിമിഷം. ശരിക്കും നമ്മൾ നരകം എന്താണെന്ന് അപ്പോൾ നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ. അപ്പോൾ അതൊന്നും അല്ല പ്രശ്നം. എന്നെ ഇത് ചെയ്യുന്നു, ഞാൻ ഈ വേദന അനുഭവിക്കുന്നു, പക്ഷേ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഭർത്താവിൻ്റെ ഒരു മുഖം, എനിക്ക് ഒരിക്കലും ഇപ്പോഴും ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റത്തില്ല. അത്രത്തോളം സീനിലോട്ടാണ് ഞാൻ കടന്നു പോയത്. കാരണം എന്നെ ഇത് ചെയ്യുമ്പം ഞാനിങ്ങനെ വേദന കൊണ്ട് കിടന്ന് പുളയുന്ന സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ കണ്ണെന്ന് വല്ലാത്തൊരു പ്രകാശം ഇങ്ങനെ വരുന്നു. നമുക്ക് എന്താ ഇയാൾ ഇങ്ങനെയെന്ന് അപ്പോഴും ഞാൻ അത് എന്നെ ഇത്രയും ചെയ്തിട്ട് ഒരു പശ്ചാത്താപമില്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഈ ചുണ്ടുകളിലൊക്കെയാണ് ഒരു വികൃതമായൊരു ചിരിയൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനൊരു മനുഷ്യ ജന്മത്തിനെ കുറിച്ചൊക്കെ. പക്ഷേ എന്നോട് ഇത്രയും ക്രൂരതകൾ കാണിച്ചിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാത്ത കണക്കാണ് എന്നോട് പെരുമാറും. പക്ഷേ എൻ്റെ മനസ്സിലെ ശരീരത്തിലല്ലേ ഇതൊക്കെ അനുഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പുള്ളിക്കാരനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ തന്നെ ആലോചിക്കാൻ തുടങ്ങി, ഇതെങ്ങനെ എനിക്കിപ്പം ആരോടെങ്കിലും ഒരു ദേഷ്യം വന്ന് ആരെങ്കിലും ഞാൻ ഒരു ചെറിയൊരു അടിയോ എന്നുള്ളോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പശ്ചാത്താപം വന്നിട്ട് ഇപ്പം മക്കളോടാണെങ്കിൽ പോലും ഞാൻ മോളെ അല്ലെങ്കിൽ മോനെ അതങ്ങനെ ചെയ്തുകൊണ്ടല്ലേ എന്ന് ഞാൻ അവരെ സോൾവ് ചെയ്യാൻ നോക്കും. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കണ്ടെത്തണമല്ലോ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഉള്ള കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ലോൺ എടുത്ത സംഭവം പോലും എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ അന്ന് ഇതുപോലെ ഫോൺ സംവിധാനങ്ങളൊന്നുമില്ല, നമുക്ക് ആരുമായിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ നിന്ന് ഒരു പക്ഷേ ആരെങ്കിലും വന്നാൽ പോലും തന്നെ എനിക്ക് അവരോടൊന്ന് മനസ്സുറന്ന് സംസാരിക്കാൻ പറ്റില്ല. എപ്പോഴും ഇവരുടെ ആൾക്കാർ ആരെങ്കിലും ചുറ്റും ഇവരുടെ സഹോദരങ്ങളൊക്കെ താമസമുള്ളതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു പ്രൈവസി ഒട്ടുമില്ല. അപ്പം വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഒന്നും എന്നോട് പറയുന്നത് കൂടിയില്ല. അപ്പോൾ അച്ഛൻ ലോൺ എടുക്കാൻ പോകുന്ന, അച്ഛനൊരു ബിസിനസ് നടത്താൻ പോകുന്ന ഒന്നും ഞാൻ അറിയുന്നില്ല. എൻ്റെ ഭർത്താവ് എന്നോട് എൻ്റെ അച്ഛൻ എപ്പോഴോ കണ്ട് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം വീട്ടിൽ വന്നിട്ട്. അപ്പം അദ്ദേഹത്തിന് എന്തോ ഒരു കുശുമ്പ് തോന്നി, അച്ഛനത് ചെയ്യാൻ പോകുന്നതിൻ്റെ കുശുമ്പ് തോന്നിയാൽ അതിന് എന്നെ ഉപദ്രവിക്കണം. അപ്പോൾ അതിന് എന്നെ ഉപദ്രവിച്ചിട്ട് അവരുടെ ബന്ധുക്കളോട് പറഞ്ഞത് എൻ്റെ പേരിൽ അച്ഛൻ വിദ്യാഭ്യാസ ലോൺ എടുത്തു എന്നും പറഞ്ഞിട്ടാണ് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത്. ശരിക്കും എൻ്റെ പേര് വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പഠിക്കുന്നത് DC കമ്പ്യൂട്ടറാണ് പഠിക്കുന്നത്, അത് ഗവൺമെൻറ് സ്ഥാപനത്തിൽ. അപ്പോൾ എനിക്ക് ലോണിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് മറ്റുള്ളവർ പറഞ്ഞ് ബോധിപ്പിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഒരു വശത്ത് എൻ്റെ ഭർത്താവിൻ്റെ ശാരീരിക ഉപദ്രവം, മറുവശത്ത് ഈ വീട്ടിലുള്ള എല്ലാവരും, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാവരും കൂടെ എന്നെ മാനസികമായിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു 6-7 ദിവസം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹോദരൻ്റെ വൈഫ്, അപ്പോൾ അവരാണെങ്കിൽ തുടക്കത്തിലെ എന്നെ കല്യാണം കഴിച്ചു ചെന്ന ദിവസം മുതൽ എന്നോട് ഒരു ശത്രുതയോടാണ് പെരുമാറുന്നത്. ഒരിക്കലും എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച ഒരു മുഖത്തോടെയോ അല്ലാതെ എന്നോടൊന്നും അവർ സംസാരിക്കാറില്ല. ഇവരെന്താ എന്നോട് ഇങ്ങനെയെന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സ്ത്രീ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ ശാരീരികമായിട്ട് ഉപദ്രവങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എല്ലാവരുടെയും വായുന്നതൊക്കെ ഞാൻ ഓരോന്ന് കേൾക്കണം. പക്ഷെ അതിലൊരു യാഥാർത്ഥ്യമില്ല എന്ന് എൻ്റെ നിരപരാധിത്വം എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സൊന്ന് തുറക്കാൻ ഒരാളില്ല അവിടെ എങ്ങും. ഇവരെല്ലാം ഒറ്റക്കെട്ടല്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ ഞാൻ മാനസികമായിട്ട് വല്ലാതെ ഡിപ്രഷൻ അവസ്ഥയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേട്ടൻ്റെ വൈഫും കൂടെ എന്നോട് പറയുകയാണ്, നീ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം നശിപ്പിച്ചു, ഇനി നീ നശിപ്പിക്കാൻ പോവുകയാണോ എന്നും കൂടെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നെ മണ്ണെണ്ണ എടുത്ത് ഒഴിക്കുകയാണ്, എനിക്കിനി ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ തീ കത്തിച്ചില്ല. തീപ്പെട്ടി എടുക്കുന്നതിന് മുമ്പ് ഇവരെല്ലാം വെള്ളം എടുത്തൊഴിക്കുകയും അങ്ങനെ അത് ഫസ്റ്റിലെത്താം. ആ ഒരു ദിവസം കൊണ്ട് ഈ പ്രശ്നം അവിടെ തീരുകയാണ് ചെയ്തത്. പിന്നത്തെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കടമൊക്കെ വന്നായിരുന്നു. അപ്പോൾ വീട്ടിൽ ആവശ്യപ്പെടാതെ തന്നെ ഇവർ അങ്ങോട്ട് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ സ്വർണം തരാം. അപ്പോൾ എൻ്റെ സ്വർണ്ണം ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ സ്വർണ്ണം ഒന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് സ്വർണം കൊടുക്കുകയാണ് ചെയ്തത്. സ്വർണം കൊടുത്തിട്ട് അപ്പം സമൂഹത്തിൻ്റെ മുമ്പിൽ സ്വർണം കൊടുത്തു എന്നുള്ളൊരു പേരും കിട്ടി. പക്ഷേ എൻ്റെ പിറ്റേ ദിവസം തൊട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അത് പറഞ്ഞ ഭയങ്കരമായ ഉപദ്രവം എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും മുറ്റത്ത് നിൽക്കുകയാണെങ്കിലും അല്ല അകത്ത് നിൽക്കുകയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കുറേ കാര്യം പറഞ്ഞു വന്നിട്ട് ഒരൊറ്റ ചവിട്ടം തരിക, ചവിട്ടി തന്നെ മുറ്റത്തോട്ട് തള്ളിയിടുക. ഇപ്പോൾ കട്ടിൻ്റെ പുറത്ത് കിടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വലിച്ചപ്പോൾ താഴോട്ടിടുക, അങ്ങനെ നിലത്തോട്ട് വലിക്കുക. അങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് ഒരു ശരീരത്തിട്ട് ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് വേറെ ഒരു മരമായിരുന്നെങ്കിൽ പക്ഷെ അത് ഉണങ്ങിപ്പോയേനെ. പക്ഷേ ഏതോ ദൈവാധീനത്തിന് ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുക. അത്രത്തോളം ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റായി. പിന്നെ സ്വാഭാവികമായിട്ട് പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിലും ചെക്കപ്പിനൊക്കെ കൊണ്ടുപോകുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അവരങ്ങനെ ഒന്നും കൊണ്ടുപോയില്ല. എന്നോട് പറഞ്ഞു, നീ കൊട്ടക്കടങ്ങ് സ്ത്രീധനമൊന്നുമായിട്ടൊന്നുമല്ലേ വന്നത്, പിന്നെ എന്തിനാ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 4 മാസം മോന് പ്രഗ്നൻ്റ് 4-ാം മാസം ആയപ്പോഴത്തേക്ക് സ്ത്രീധനത്തിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 7 മാസം ആയപ്പോഴത്തേക്ക് പ്രഗ്നൻ്റായി. 7 മാസം ആയപ്പോഴത്തേക്ക് ഒരു ചടങ്ങ് പോലെ ഇങ്ങോട്ട് തിരിച്ചൊന്ന് വന്നു.
വന്നു കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ വീട്ടിലോട്ട് തന്നെ പോയി. അപ്പോൾ എനിക്കൊരു വിധത്തിൽ ജീവിക്കാൻ പറ്റില്ല, സ്ത്രീധനം തിരിച്ചു തരാത്തതുകൊണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് കാര്യം ചെയ്യ്, ഈ വീടും വസ്തുവും നിങ്ങളുടെ പേരിൽ എഴുതി തരാൻ നിങ്ങൾക്ക്, അപ്പോൾ വീട് നഷ്ടപ്പെടുത്തതുമില്ല, നിങ്ങൾക്ക് ഇവിടെ നിൽക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞു അത് പറ്റത്തില്ല, എൻ്റെ മോനെ അങ്ങനെ ദത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൊടുക്കാനുള്ള സ്ത്രീധനം തന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അതിന് വസ്തു വാങ്ങിച്ചു. വസ്തു രണ്ടുപേരുടെയും പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ പിന്നെ അവിടെ നിന്നായി പ്രശ്നം. അപ്പം രണ്ടുപേരുടെയും കൂടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് മാത്രമാണ് അതിൻ്റെ അകത്ത് അവകാശം എന്നും പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ അകത്ത് വീട് വെച്ച് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും അപ്പോൾ ഉപദ്രവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. അങ്ങനെ എന്നെ ഉപദ്രവിക്കുക, വീടിന് പുറത്ത് ഇട്ട് കതവടയ്ക്കുക. എന്നിട്ട് ഞാനാണെങ്കിൽ നേരം വെളുക്കോളം വന്ന് പെരയുടെ മുകളിൽ ഇരുന്ന് നേരം വെളുപ്പിക്കുക, അല്ലെങ്കിൽ ടോയ്ലറ്റിലായിരിക്കും, വെളിയിൽ തന്നെ ആയിരിക്കും. അങ്ങനെ അത് എൻ്റെ മക്കളും അനുഭവിക്കുന്നത്. എനിക്ക് 2 കുട്ടികളായി, പിന്നെ അവരത് അനുഭവിക്കേണ്ടി വന്നു. പിന്നെ അങ്ങോട്ട് മുന്നോട്ട്. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ എൻ്റെ പ്രതീക്ഷ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. പക്ഷേ അത് കൂടിയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ആരുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ല. എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, എനിക്ക് ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല. ഉള്ള ബന്ധുക്കളായിട്ടങ്ങ് ഒരു കണക്ഷനുമില്ല. പിന്നെ ആണെങ്കിൽ ഞാൻ ഒരു ജോലിക്ക് ശ്രമിക്കാതിരിക്കാൻ പറ്റും. അത് അറിയാം, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും, എൻ്റെ മക്കളുമായിട്ട് രക്ഷപ്പെടും എന്ന് ഇദ്ദേഹത്തിന് തന്നെ ഭയന്നിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ വലിച്ചു കീറി. സർട്ടിഫിക്കറ്റെല്ലാം വലിച്ചു കീറി നശിപ്പിച്ചു. SSLC ബുക്ക് എനിക്ക് കിട്ടി, ബാക്കിയെല്ലാം നശിപ്പിച്ചു. പിന്നെ എനിക്ക് ഒരു അസുഖം വന്നാൽ എന്നെ മെയിനായിട്ട് ഹോസ്പിറ്റലിൽ വിടത്തില്ല. അത് മാത്രമല്ല, അസുഖം വരുന്ന ദിവസം എന്നെ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചിലപ്പം തീരെ എനിക്ക് വയ്യാങ്കിരുന്ന് തുണി കഴുകണ്ടെന്ന് വിചാരിച്ചാൽ അന്ന് ഉറപ്പായിട്ട് ഉള്ള വസ്ത്രങ്ങളിൽ അതേപ്പറ്റി കൂടെ എന്നെ കൊണ്ട് കഴുകിപ്പിക്കുക. അങ്ങനെ ക്രൂരതകൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആണെങ്കിൽ 1 രൂപ എനിക്ക് എൻ്റെ ആവശ്യത്തിനൊന്നും പറഞ്ഞ് തരില്ല. കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെങ്കിലും പൈസ തന്നു കഴിഞ്ഞാൽ കറക്റ്റ് എത്ര രൂപ വണ്ടിക്കൂലി, കുട്ടികൾക്ക് എന്ത് വാങ്ങിച്ചു, എനിക്ക് ഒരു നാരങ്ങ വെള്ളം പോലും വാങ്ങിച്ചതിൽ കുടിക്കാൻ അവകാശമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്കൊരു വരുമാനം അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കുട്ടികളെ ട്യൂഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. അത് ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ക്രൂരതകൾ കാണിക്കുക. ഒരു വിധത്തിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ അത് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു സ്ഥാപനത്തിലൊരു ജോലി അന്വേഷിച്ച് ജോലി കണ്ടെത്തി അവിടെ കയറി. ഏകദേശം 1 മാസം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 1 മാസം എന്ന് പറയുമ്പോൾ ഒരു യുഗം മൊത്തം അനുഭവിക്കേണ്ട വീട് തന്നെ. ഞാൻ വർക്ക് ചെയ്തിട്ട് വരുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഉപദ്രവിക്കും. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ശബ്ദം ഉണ്ടാക്കാതെ വന്നിട്ട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇപ്പം പകൽ നമ്മളെ ഉപദ്രവിക്കുകയാണ്, എൻ്റെ ഹസ്ബൻഡ് ഉപദ്രവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേദന മാത്രം നമ്മൾ അനുഭവിച്ചാൽ ഇത് ഉറക്കത്തിലാകുമ്പോഴത്തേ അങ്ങനെയല്ല. നല്ല അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ കൈവലിച്ച് മുഖത്തടിക്കുക, ശരീരഭാഗങ്ങളിൽ പിടിച്ചു വലിക്കുക. അപ്പോൾ ഈ കൈവലിച്ച് മുഖത്തൊക്കെ അടിക്കുമ്പോൾ നമ്മൾ എന്തോ മൃഗങ്ങളെ മറ്റോ നമ്മൾ സ്വപ്നത്തിൽ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര മനസ്സ് മെൻ്റലി ഇതായിട്ട് നമ്മൾ കിടന്ന് വിളി വയ്ക്കും. അങ്ങനെ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത് കാരണം എനിക്ക് ഉറങ്ങാൻ പേടിയായി. ഞാൻ പാതിരാത്രിയോളം ഉറങ്ങില്ല. ഇദ്ദേഹമാണെങ്കിൽ ഫിഷിംഗ് ആണ് ജോലി. അപ്പം വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ഉള്ളിൽ ചിലപ്പോൾ വൈകുന്നേരം വരും. അന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ആൾ പുറത്ത് പോയിട്ട് കൂട്ടുകാരുമൊക്കെ കമ്പനിയൊക്കെ കൂടിയിട്ട് ഒരു കാരണവുമില്ലാതെ താമസിച്ചേ വരത്തുള്ളൂ. എന്നും അങ്ങനെ. അപ്പോൾ ഈ കൂടെയുള്ള കൂട്ടുകാരെന്ന് പറയുമ്പോൾ അവരൊക്കെ നല്ല വിദ്യാഭ്യാസം അറിവും ബോധമുള്ളവരാണ്. അവരുടെ വീട്ടിലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇദ്ദേഹം മാത്രമാണ് ഇങ്ങനെ. അത് ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് കിടന്നോട്ട് എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ ഫോൺ ഉപയോഗിക്കാൻ എനിക്ക് അവകാശമൊന്നുമില്ല. പിള്ളേരുടെ ഫോണിനായിരിക്കും ഞാനൊന്ന് ചോദിക്കുന്നത്. എന്നുവെച്ചാൽ എനിക്കാണെങ്കിൽ എന്നെ നിരന്തരം ഇങ്ങനെ ഉപദ്രവിച്ച് ഡിസ്കിനകൽച്ചയായി, ഈ ജോയിൻറ്റിനൊക്കെ നീരായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീട്ടിലൊക്കെ മൊത്തം ജോലിയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കിടക്കാൻ സഹിക്കാൻ പറ്റില്ല. അപ്പം ചിലപ്പോൾ കിടന്നു പോയാൽ ഞാൻ ഉറങ്ങിയാൽ അന്ന് എന്നെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഞാൻ വിളിച്ച് ചോദിക്കാം, ഒന്ന് കിടന്നോട്ടെ, ഈ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് കിടന്നോട്ടെ ചോദിക്കാൻ പറ്റത്തില്ല, ഞാൻ വന്ന് കഴിഞ്ഞിട്ട് നീ കിടന്നാൽ മതി എന്ന് പറയും. അപ്പം വിചാരിക്കും അപ്പം എന്നാൽ വേണമെങ്കിൽ അയാൾ വരുന്നതിന് കിടന്നുകൂടി എന്ന് ചിന്തിക്കാം. പക്ഷേ കതവ് നമ്മൾ ലോക്ക് ചെയ്യാൻ പാടില്ല. ലോക്ക് ചെയ്താൽ കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും ഞാൻ കിടക്കുവാണെന്ന്. ഇനി ലോക്ക് ചെയ്യാതാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ അയാൾ ശബ്ദം ഉണ്ടാക്കാതെ അകത്ത് വന്നിട്ട് കൈവലിച്ച് മുഖത്തടിക്കുക. അത് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഈ ഇങ്ങനെ ഒരു എന്തെങ്കിലും ചെറുതായിട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് ചെറുതായിട്ട് തട്ടുക, അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആ മുറിയിൽ നിന്ന് സംസാരിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് ഞാൻ അങ്ങ് ഞെട്ടി ഉണർന്നിട്ട് ശരീരമൊക്കെ വിയർത്ത് നെഞ്ചപ്പെടപ്പെടാന്നിരിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടെ പിന്നെ ആയി. എനിക്ക് ഉറങ്ങാൻ ഭയമായി. എല്ലാവരും രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ. അങ്ങനെ ഈ കഴിഞ്ഞ കാലങ്ങൾ ഇത്രയും ഞാൻ അങ്ങനെ ആയിരുന്നു ഞാൻ കഴിഞ്ഞു കൂടിയത്. ഇതിനിടയ്ക്ക് ഞാൻ 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതല്ല, മരണം മുഖാമുഖം ഞാൻ കണ്ടിരുന്നു. വെച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അപമാനം എന്ന് വെച്ചാൽ എനിക്ക് പുറത്തോട്ടിറങ്ങരുത്, ഒരു വർക്കിന് ചെയ്യാൻ പോകാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ എന്നെ നാണം കെടുത്തുന്ന അഹങ്കാരങ്ങളൊക്കെ പറയുക. അത് കാരണം എന്നോട് പല രീതിയിൽ നല്ല മാന്യമായിട്ട് പെരുമാറിയത് പോലും ഭർത്താവ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിലല്ലേ കാണുന്നത്. അതേപോലെയൊക്കെ ആവശ്യമില്ലാത്ത ആംഗ്യങ്ങൾ കാണിക്കുക, ചേഷ്ടകൾ കാണിക്കുക, പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരു സങ്കടം എനിക്ക് ഷെയർ ചെയ്യാൻ ഒരാളില്ലാത്തൊരവസ്ഥ എൻ്റെ ഭർത്താവായിട്ട് തന്നെ വരുത്തി വയ്ക്കുന്നത്.
എനിക്കാണെങ്കിൽ എതിർക്കാനുള്ള ശക്തിയില്ല. ഇങ്ങനെ കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരമൊക്കെ ഇങ്ങനെ ഈ രൂപത്തിൽ നീ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, നമുക്ക് പോയി മരിച്ചൂടെ, കഥ പഠിച്ചിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയും. എന്നിട്ട് ഈശ്വരന്മാരോട് ഞാൻ കേട് പറയും, എന്തിനാണ് എന്നെ ഇങ്ങനെ അഹങ്കാരങ്ങൾ, ഉപദ്രവങ്ങൾ, എനിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലാതായി. ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും? ഇതിനായി ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. So, download the app today.